കഥയുടെ തുടക്കത്തിൽ തന്നെ നാട്ടുമ്പുറത്തുകാരനായ സത്യനാഥനെയും കൊണ്ട് ഡൽഹി പോലീസ് ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ്. സത്യനാഥൻ എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്ന് അറിയണമെങ്കിൽ ഫ്ലാഷ് ബാക്കിലേക്ക് പോകണം. 6 മാസങ്ങൾക്ക് മുമ്പ് സത്യനാഥന്റെ നാട്ടിലെ തബല വർക്കിച്ചന്റെ ഷഷ്ടിപൂർത്തിയായതിന്റെ ഫംഗ്ഷൻ നടക്കുകയാണ്. സത്യനാഥനും വൈഫും ആ ഫംഗ്ഷനിൽ എത്തിയിരുന്നു. അങ്ങനെ നാട്ടിലെ പഞ്ചായത്ത് പ്രസിഡന്റ് തബല വർക്കിച്ചനെ കുറിച്ച് 2 വാക്ക് പറഞ്ഞതിന് ശേഷം ഉടനെ പോയി 2 പെഗ് അടിക്കുകയാണ്. ഇതേ സമയം സത്യനാഥൻ തന്റെ വൈഫിനോട് പറയുകയാണ്, വർക്കിച്ചനെ കുറിച്ച് പറയാൻ പോകുന്നത് എന്താണെന്ന് നിനക്കറിയാമോ? വർക്കിച്ചൻ ഒരു ചെറ്റയാണ്, നാറിയാണ് എന്നൊക്കെ പറയും. പക്ഷെ അവസാനം ഞാൻ പറയും, ഇതൊക്കെ ഇവിടുത്തെ അസൂയാലുക്കളായ ആളുകൾ പറഞ്ഞുണ്ടാക്കുന്നതാണ്. വർക്കിച്ചൻ വളരെ നല്ലൊരു മനുഷ്യനാണ് എന്ന് ഞാൻ പറയും. അങ്ങനെ നാട്ടിലെ ഓരോരുത്തരായി വർക്കിച്ചനെ പറ്റി പൊക്കിയടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയം ഫംഗ്ഷനിലെ മദ്യം തീർന്നു പോയത് കൊണ്ട് തന്നെ വർക്കിച്ചൻ ഒരുത്തനെ മദ്യം വാങ്ങാനായി പറഞ്ഞയക്കും. അപ്പോഴാണ് സത്യനാഥൻ വർക്കിച്ചനെ പറ്റി പറയാനായി വരുന്നത്. ഇയാൾ തബല വർക്കിച്ചനല്ല, ഇയാൾ തവള വർക്കിച്ചനാണ്, ഇയാൾ ഒരു ചെറ്റയാണെന്നൊക്കെ സത്യനാഥൻ പറയും. ഇതൊക്കെ കേട്ട് തബല വർക്കിച്ചന് ദേഷ്യം വരും. എന്നാൽ ഇതേ സമയം മദ്യം വാങ്ങാൻ പോയവർ ആ വണ്ടി കൊണ്ടുപോയി പോസ്റ്റിലിടിക്കുകയും കറണ്ട് പോവുകയും ചെയ്യും. എന്നാൽ ദേഷ്യം വന്ന വർക്കിച്ചൻ സത്യനെ അടിക്കാനായി ഓട്ടിക്കും. സത്യന്റെ വൈഫ് സൂസൻ തബല വർക്കിച്ചന്റെ വൈഫിനോട് പറയും, സത്യൻ പറയാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയല്ല എന്ന്, ഇനി അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ലെന്ന് വർക്കിച്ചന്റെ വൈഫ് പറയും. വീട്ടിലെത്തിയ സൂസൻ സത്യനോട് പറയും, നിങ്ങൾക്ക് വല്ല കാര്യമുണ്ടായിരുന്നോ? മര്യാദയ്ക്ക് സംസാരിച്ചാൽ പോരായിരുന്നു, ഷോ കാണിക്കാൻ നോക്കിയത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ആയതെന്ന്. എന്നാൽ തൊട്ടടുത്ത ദിവസം രാവിലെ എണീക്കുമ്പോൾ സത്യൻ കാണുന്നത് തബല വർക്കിച്ചൻ തന്റെ വീടിന് മുന്നിലൂടെ മതിലു കെട്ടുന്നതാണ്. എന്നാൽ സത്യൻ അങ്ങോട്ടേക്ക് ചെന്ന് തബല വർക്കിച്ചനോട് പറയും, ഈ സ്ഥലം എനിക്ക് വിറ്റപ്പോൾ വർക്കിച്ചൻ പറഞ്ഞതല്ലേ ഈ വീടിന് മുന്നിലൂടെ നടന്നോളാം, ഇത് കെട്ടിയടച്ചാൽ ഞാൻ ആ പാമ്പിൻ തോട്ടിലൂടെ നടന്നു പോകണ്ടേ എന്ന് സത്യൻ ചോദിക്കും. എന്നാൽ നീ അതിലേ നടന്നാൽ മതിയെന്ന് പറഞ്ഞ് വർക്കിച്ചൻ സത്യനോട് ചൂടാക്കും. അതിനുശേഷം സത്യൻ സൂസനോട് പറയും, നീ പേടിക്കണ്ട, ഞാൻ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ആ പാമ്പിൻ തോട്ടിലൂടെ നടന്ന് റോഡിലേക്ക് വരും. അവിടെ നിന്ന് നേരെ തന്റെ ഫർണിച്ചർ ഷോപ്പിലെത്തിയ ശേഷം ഫർണിച്ചറിലൊക്കെ കരിമരുന്നൊക്കെ തേച്ച് പഴക്കം തോന്നിപ്പിക്കണം, എന്നാലേ ആളുകൾ ഇതൊക്കെ വാങ്ങുകയുള്ളൂ എന്ന്. എന്നിട്ട് നേരെ പാർട്ടി ഓഫീസിലേക്ക് ചെന്ന് തന്റെ വഴി കെട്ടിയടച്ച കാര്യം സഖാവിനോട് പറയും. സഖാവ് ചോദിക്കും, ഞാനിപ്പോൾ ഭരണപക്ഷത്തല്ലല്ലോ, എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യമെന്ന്. എന്നാൽ ഇവിടുത്തെ പ്രസിഡന്റ് ഒരു മണ്ടനാണ്, അയാളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞ് സത്യൻ നോക്കും. പ്രസിഡന്റ് പാർട്ടി ഓഫീസിൽ നിന്ന് ഇറങ്ങി വരും. ഉടനെ തന്നെ സത്യൻ അവിടെ നിന്ന് ഇറങ്ങി ഓടും. എന്നാൽ തിരിച്ച് വീട്ടിലെത്തിയ സത്യൻ ആഹാരം കഴിക്കുന്നതിനിടയിൽ, എല്ലാത്തിനും കാരണം എന്റെ നാവാണ്, എന്റെ വാചകമടി കേട്ടാണല്ലോ നീയും ഇറങ്ങി വന്നത്, അല്ലായിരുന്നെങ്കിൽ നമ്മൾ ഈ നാട്ടിൽ വന്ന് പെടില്ലായിരുന്നല്ലോ എന്ന് പറയും. ഇത് കേട്ട് ദേഷ്യം വന്ന സൂസൻ മുറിയിലേക്ക് പോയി വാതിലടയ്ക്കും. എന്നാൽ ഇതേ സമയം വർക്കിച്ചൻ സത്യൻ തന്നെ കുറിച്ച് പറഞ്ഞതാലോചിച്ച് മദ്യവെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവിടെ സൂസൻ ആകട്ടെ പിണക്കം മാറാതെ എത്ര പറഞ്ഞിട്ടും വാതിൽ തുറക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും മദ്യവെച്ച് ബോധം കെട്ട വർക്കിച്ചൻ അങ്ങോട്ടേക്ക് വന്ന് സത്യനെ തെറി വിളിക്കും. അതിനുശേഷം നിന്നെ കൊല്ലുമട എന്നും പറഞ്ഞ് വർക്കിച്ചൻ അങ്ങോട്ടേക്ക് ഓടി. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന കയറിൽ തട്ടി വർക്കിച്ചൻ മുഖമടിച്ച് വീഴും. എന്നാൽ ഇനി ഇവിടെ നിന്നാൽ നമ്മുടെ തടി കേടാകും, തൽക്കാലം പെൻഡിങ്ങിന് വെച്ച ഹണിമൂണിന് പോയാലോ എന്നും പറഞ്ഞ് സത്യൻ സൂസനെയും കൂട്ടി അന്ന് രാത്രി തന്നെ മുംബൈയിലേക്ക് പോകും. എന്നാൽ ഹണിമൂണൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വർക്കിച്ചന്റെ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല, ആ മതിലും കെട്ടിയിട്ടില്ലായിരുന്നു. അങ്ങനെ സത്യൻ വീടിന് മുന്നിൽ ഇരിക്കുമ്പോഴാണ് വർക്കിച്ചൻ ഹോസ്പിറ്റലിൽ നിന്ന് അഡ്മിറ്റ് ആയി വരുന്നത്. എന്നിട്ട് സത്യൻ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ ആ പ്രസിഡന്റിനെ കാണും. സത്യൻ ഉടനെ തന്നെ അവിടെ ഓടി ഒളിക്കും. അപ്പോഴാണ് താനൊരു ചെമ്പരത്തിപ്പൂവാണെന്നും പറഞ്ഞൊരു ഫ്ലെക്സ് വെച്ചിരിക്കുന്നത് പ്രസിഡന്റ് കാണുന്നത്. ഈ ഫ്ലെക്സിന് പിന്നിൽ ആരാണെന്ന് എനിക്ക് അറിയാമെന്ന് പ്രസിഡന്റ് പറയും. ഞാനാണ് ഇതിന്റെ പിന്നിൽ എന്നും പറഞ്ഞ് സത്യൻ അതിന്റെ ബേക്കിൽ നിന്ന് വരും. അപ്പോൾ സത്യൻ പറയും, ഞാൻ ഇതിന്റെ പിന്നിൽ ഒളിച്ചിരിക്കുകയായിരുന്നു, ഈ ഫ്ലെക്സ് വെച്ചത് ഞാനല്ല എന്ന്. എന്നാൽ അവരെല്ലാവരും കൂടി സത്യനെ അടിക്കാനായി ഓട്ടിക്കും. സത്യൻ അവരുടെ കയ്യിൽ നിന്ന് നേരെ രക്ഷപ്പെട്ടെത്തുന്നത് തന്റെ ഒരു പഴയ ഫ്രണ്ടിന്റെ അടുത്തേക്കാണ്. ഫ്രണ്ട് പറയും, ഞാനൊരു ബാർ തുടങ്ങിയിട്ടുണ്ട്, എന്തായാലും നീ ഇന്ന് ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോയാൽ മതിയെന്ന്. എന്നാൽ ഇതേ സമയം പ്രസിഡന്റ് വരുന്നത് കാരണം സത്യനാഥൻ നടന്നു വരുന്ന ആ റോഡിന്റെ കൈവരി പഞ്ചായത്ത് കെട്ടിയടക്കി. ഇങ്ങനെ ബാറിൽ ഫ്രണ്ടിനോടൊപ്പം മദ്യവെച്ചുകൊണ്ടിരുന്ന സത്യനാഥനെ ഫ്രണ്ട് എന്തൊക്കെയോ പറഞ്ഞ് ഇളക്കും. എന്നാൽ ഇന്ന് ആ തെണ്ടി വർക്കിച്ചന് ഞാനൊരു പണി കൊടുക്കുമെന്നും പറഞ്ഞ് സത്യൻ ബാറിൽ നിന്ന് നേരെ വർക്കിച്ചന്റെ വീട്ടിലേക്ക് പോയി. നേരെ വർക്കിച്ചന്റെ വീട്ടിലെത്തിയ സത്യൻ അവിടെ നിൽക്കുകയായിരുന്ന വർക്കിച്ചനെ തെറി വിളിക്കാൻ തുടങ്ങി. നിനക്ക് ഞാനിപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് വർക്കിച്ചൻ വീട്ടിനുള്ളിലേക്ക് പോയി. അപ്പോഴേക്കും വർക്കിച്ചന്റെ ഭാര്യ വീട്ടിന് പുറത്തേക്ക് വന്ന്, ഈ പ്രശ്നമുണ്ടാക്കാതെ പോ സത്യ എന്ന് പറയും. അപ്പോഴേക്കും വർക്കിച്ചൻ സത്യനെ അടിക്കാനായി ഒരു വടിയും എടുത്ത് പുറത്തേക്ക് വരുന്ന വഴിക്ക് സ്ലിപ്പായി മുഖമിടിച്ച് മുറ്റത്തേക്ക് വീഴും. എന്നിട്ട് പ്രസിഡന്റിനെയും തെറി വിളിച്ച് പ്രസിഡന്റ് കെട്ടിയടിച്ച വഴിയെല്ലാം അടിച്ചു തകർക്കാം. ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു പോലീസുകാരൻ അവിടെ യൂണിഫോം ഇല്ലാതെ നിൽപ്പുണ്ടായിരുന്നു. ഇതേ സമയം സത്യന്റെ വൈഫ് അവനെ അങ്ങോട്ടേക്ക് വിളിക്കും. എന്നാൽ രാവിലെ ആകുമ്പോൾ 2 പോലീസുകാർ സത്യന്റെ വീട്ടിലെത്തി, നീ SIയെ കാണാൻ സ്റ്റേഷനിലേക്ക് വരണമെന്ന് പറയും. അങ്ങനെ സത്യൻ സ്റ്റേഷനിലേക്ക് പോകും. SI നീ പ്രസിഡന്റിനെ എന്തിനാ തെറി വിളിച്ചതെന്ന് സത്യനോട് ചോദിക്കുമ്പോൾ പ്രസിഡന്റ് ഒരു ചെറ്റയാണ്, ഇങ്ങനെയുള്ളവരൊക്കെ കൊല്ലുക തന്നെ വേണമെന്ന് പറയും. എന്നാൽ ഇതേ സമയം സ്റ്റേഷനിലുണ്ടായിരുന്ന കേന്ദ്രസേന സത്യനെയും തൂക്കിക്കൊണ്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് യൂട്യൂബർ സാബു ഇന്ത്യൻ പ്രസിഡന്റ് തന്റെ അമ്മയുടെ ചികിത്സയ്ക്കായി തങ്ങളുടെ നാട്ടിലെ വൈദ്യരെ കാണാൻ വരുന്നു എന്ന വാർത്ത തന്റെ സബ്സ്ക്രൈബേഴ്സിനോടായി പറഞ്ഞു. ഇതേ സമയം ഇന്റലിജൻസ് ഓഫീസർ സത്യനോട്, നീ എന്തിനാണ് ഇന്ത്യൻ പ്രസിഡന്റിനെ കൊല്ലുമെന്നൊക്കെ പറഞ്ഞത്, അതിനായി ബോംബുണ്ടാക്കാനാണോ നിന്റെ ഷോപ്പിൽ കരിമരുന്നൊക്കെ സൂക്ഷിച്ചതെന്ന് ചോദിക്കും.
എന്നാൽ താൻ ഇന്ത്യൻ പ്രസിഡന്റിനെ പറ്റിയല്ല പറഞ്ഞത്, തന്റെ നാട്ടിലെ പ്രസിഡന്റിനെ പറ്റിയാണ് പറഞ്ഞത്. കരിമരുന്ന് എന്റെ ബിസിനസിന്റെ ആവശ്യത്തിനായി മേടിച്ചതാണെന്ന് സത്യൻ ഓഫീസറിനോട് പറയും. എന്നാൽ ആ ഓഫീസർ പ്രസിഡന്റ് കേരളത്തിൽ വന്ന് പോകുന്നതുവരെ സത്യനെ കരുതൽ തടങ്കലിൽ അയക്കും. ജയിലിലെത്തിയ സത്യനോട് ജയിലർ പറയും, ഇനി നീയുള്ള സ്റ്റേറ്റിൽ പ്രസിഡന്റ് വന്നാൽ അപ്പോൾ തന്നെ നീ ജയിലിലാകുമെന്ന് പറയും. അങ്ങനെ സത്യൻ ജയിലിനുള്ളിലേക്ക് പോകുമ്പോൾ അവിടെയുള്ളവർ പറയും, നീ കിടക്കാൻ പോകുന്നത് ഭാര്യ ഉൾപ്പെടെ 50 പേരെ കൊന്ന സാബുവിനോടൊപ്പമാണ്, നിന്റെ കാര്യം കട്ടപ്പുകയാണെന്ന് പറയും. അങ്ങനെ സാബുവിന്റെ സെല്ലിലെത്തിയ സത്യൻ പേടിച്ച് അവിടെ ഒരു മൂലയിൽ പോയി ഇരിക്കും. എന്നാൽ ഇതേ സമയം സത്യന്റെ ഭാര്യ ഒരു വക്കീലിനെ പോയി കാണുമെങ്കിലും പ്രസിഡന്റ് കേരളത്തിൽ നിന്ന് പോയാലേ സത്യന് പുറത്തിറങ്ങാൻ കഴിയുള്ളൂ എന്ന് വക്കീൽ അവരോട് പറയും. അങ്ങനെ ആദ്യത്തെ ദിവസം സത്യൻ ആഹാരം മേടിക്കാനായി ക്യൂ നിന്ന് അവിടെ എത്തുമ്പോഴേക്കും സത്യനോട് അവർ പിറകിൽ പോയി നിൽക്കാൻ പറയും. ഇത് കണ്ട് സാബു സത്യനെ അങ്ങോട്ടേക്ക് വിളിച്ച് ചോറ് വാങ്ങി കൊടുത്ത ശേഷം സത്യനോടൊപ്പം ഇരുന്ന് ആഹാരം കഴിക്കും. എന്നാൽ സത്യൻ സാബുവിനെ ഇംപ്രസ് ചെയ്യാനായി പറയും, 50 പേരെ കൊല്ലുന്നതിനൊക്കെ ഒരു ധൈര്യം വേണമെന്ന്. എന്നാൽ അപ്പോഴേക്കും സാബു ചോറും തട്ടിക്കളഞ്ഞ് ദേഷ്യത്തിൽ അവിടെ നിന്ന് പോകും. എന്നാൽ പിന്നീട് മറ്റ് ജയിലിലുള്ളവർ വന്ന് സത്യനോട് പറയും, നീ സാബുവിനോടൊപ്പം കിടക്കുന്നത് ഡേഞ്ചറസ് ആണ്, ജയിലറോട് പറഞ്ഞ് സെല്ല് മാറ്റി തരാൻ പറയാൻ പറയും. എന്നാൽ ജയിലർ സത്യന്റെ സെല്ലിലേക്ക് പേടി മാറ്റാനായി വേറെ കുറച്ച് പേരെയും കൂടി അങ്ങോട്ടേക്ക് മാറ്റും. എന്നാൽ രാത്രി സാബുവിനെ അവരെല്ലാവരും കൂടി അറ്റാക്ക് ചെയ്യും. തടയാൻ ശ്രമിച്ച സത്യനെ അവരെല്ലാവരും കൂടി പിടിച്ചു വെക്കും. എന്നാൽ അടുത്ത ദിവസം സാബുവിനോട് നിന്നെ അറ്റാക്ക് ചെയ്തത് ആരാണെന്ന് ചോദിക്കുമ്പോൾ താൻ വീണതാണെന്ന് സാബു അവരോട് കള്ളം പറയും. അതിനുശേഷം തിരിച്ച് സെല്ലിലേക്ക് കൊണ്ടുവരുമ്പോൾ സാബു സത്യനെ സൂക്ഷിച്ചു നോക്കും. അപ്പോഴേക്കും പ്രസിഡന്റ് കേരളത്തിൽ നിന്ന് പോയതിനാൽ സത്യൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങും. എന്നാൽ ജയിലിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് നീ രാജ്യദ്രോഹിയാണെന്നും പറഞ്ഞ് നാട്ടുകാർ സത്യനെ അറ്റാക്ക് ചെയ്യും. ഇനി ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല, ഞാൻ മുംബൈയിൽ പോയി ഒരു ബിസിനസ് സെറ്റാക്കി വരാമെന്നും പറഞ്ഞ് സത്യൻ അവിടെ നിന്ന് മുംബൈയിലേക്ക് പോകും. മുംബൈയിലെത്തി ബിസിനസിന്റെ കാര്യം സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ സത്യനെ നാട്ടിൽ നിന്ന് SI വിളിക്കും. നീ എന്തിനാണ് പ്രസിഡന്റ് മുംബൈയിൽ വരുമ്പോൾ അങ്ങോട്ട് പോയതെന്ന് ചോദിക്കും. ഉടനെ തന്നെ മുംബൈ പോലീസ് അങ്ങോട്ടേക്ക് വന്നു സത്യനെ ജയിലിലേക്ക് കൊണ്ടുപോകും. അപ്പോഴാ ജയിലിലെ ദാതയായ രാജുഭായ് സത്യനോട് ചോദിക്കും, നീ ആരാണ്, VIP ആണോ, അതുകൊണ്ടാണ് യൂണിഫോം ഇടാത്തതെന്ന്. എന്നാൽ ഒരു പോലീസുകാരൻ വന്ന് പറയും, ഇവൻ ക്രിമിനൽ ഒന്നുമല്ല, പ്രസിഡന്റിനെ കൊല്ലുമെന്ന് പറഞ്ഞതുകൊണ്ട് കരുതൽ തടങ്കലിലായതാണ് എന്ന്. എന്നാൽ രാജുഭായ് ഒരു തീവ്രവാദിയായിരുന്നു, പ്രസിഡന്റിനെ കൊല്ലാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ സത്യനോട് പറയും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ജയിലിൽ വെച്ച് സത്യന് വൈഫിനെ വിളിച്ചോളൂ എന്നും പറഞ്ഞ് രാജുഭായ് ഫോൺ കൊടുക്കും. അങ്ങനെ സത്യൻ വൈഫിനെ വിളിച്ച്, ഞാനിപ്പോൾ മുംബൈ ജയിലിലാണ് ഉള്ളത്, പ്രസിഡന്റ് ഇവിടെ നിന്ന് പോയ ഉടനെ ഞാൻ ഇവിടെ നിന്ന് റിലീസായി നാട്ടിലേക്ക് വരുമെന്ന് പറയും. ഇതിനിടയിൽ രാജുഭായ് ശിക്ഷ കഴിഞ്ഞ് ജയിലിൽ നിന്ന് ഇറങ്ങും. അങ്ങനെ പ്രസിഡന്റ് മുംബൈയിൽ നിന്ന് പോകുമ്പോൾ സത്യനും റിലീസാകും. എന്നാൽ സത്യനെ കാത്ത് രാജുഭായ് അവിടെ നിൽപ്പുണ്ടായിരുന്നു. സത്യനെയും കൂട്ടിക്കൊണ്ട് രാജുഭായ് തന്റെ ഗ്യാങ്ങിന്റെ അടുത്തേക്ക് കൊണ്ടുപോകും. അവിടെ വെച്ച് രാജുഭായ് സത്യൻ ഒരുത്തനെ പരിചയപ്പെടുത്തി കൊടുക്കും. അതിനുശേഷം സത്യനെ ജയിലിലാക്കിയ പോലീസ് ഓഫീസറെ കാണിച്ചു കൊടുത്ത ശേഷം, ഇവൻ ഇനി നിന്നെ ചോദ്യം ചെയ്യാൻ വരികയാണെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതിയെന്നും പറഞ്ഞ ഒരു ഫോൺ സത്യന് കൊടുക്കും. സത്യൻ ഓക്കെ പറഞ്ഞ് നാട്ടിലേക്ക് വരും. നാട്ടിലെത്തുമ്പോഴേക്കും പോലീസുകാർ സത്യനെ കാത്ത് നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ ഓഫീസർ, നീ ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം എങ്ങോട്ടേക്കാണ് പോയതെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ അവിടെ എനിക്കും വൈഫിനും താമസിക്കാൻ വല്ല വീടും വാടകയ്ക്ക് കിട്ടുമോ എന്ന് അറിയാനായി പോയതാണെന്ന് സത്യൻ അയാളോട്. അങ്ങനെ നാട്ടിലെത്തി കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ പ്രസിഡന്റ് വീണ്ടും കേരളത്തിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ സത്യനെ വീണ്ടും ജയിലിലേക്ക് കൊണ്ടുപോകും. ജയിലിലെത്തി സത്യൻ മുംബൈ ജയിലിലെ കഥയൊക്കെ മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സാബു അങ്ങോട്ടേക്ക്, എന്നാൽ നിങ്ങളെ അന്ന് ഉപദ്രവിച്ചവരുടെ കൂട്ടത്തിൽ ഞാനില്ല, എന്നോട് ക്ഷമിക്കണമെന്ന് സത്യൻ അയാളോട് മാപ്പ് പറയും. എന്നാൽ സാബു സത്യനോട് പറയും, നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം, എൻ്റെ ഫ്രണ്ടിനെ പോയി കണ്ട് കുറച്ച് പൈസ എൻ്റെ മകൾക്ക് കൊടുക്കണമെന്ന് പറയും. അതിനുശേഷം സാബു തന്റെ കഥ സത്യനോട് പറയും. സാബുവും വൈഫും സ്നേഹിച്ച് കല്യാണം കഴിച്ചവരാണ്, അവർക്കൊരു കുട്ടിയുമുണ്ട്. അങ്ങനെ ഒരു ദിവസം സിറ്റിയിലേക്ക് പോകുന്ന സമയത്ത് മകളെ അടുത്തുള്ള വീട്ടിലാക്കി അവർ സിറ്റിയിലേക്ക് പോകും. എന്നാൽ ബസ്സിൽ ഇരിക്കുന്ന സമയത്ത് സാബുവിന്റെ വൈഫിന്റെ കയ്യിലിരിക്കുന്ന ടോയ് അടുത്തിരിക്കുന്ന കുട്ടി ചോദിക്കുമ്പോൾ അത് അവന് കൊടുക്കും. എന്നാൽ അത് അവന്റെ കയ്യിൽ നിന്ന് തെറിച്ച് റോഡിലേക്ക് വീഴുമ്പോൾ സാബു ആ ബസ് നിർത്തിച്ച് പെട്ടെന്ന് ആ ടോയ് എടുക്കാനായി ഓടും. ടോയ് എടുത്ത് സാബു തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ആ ബസ് ബ്ലാസ്റ്റ് ആയിരുന്നു. ആ വണ്ടിയിൽ നിന്ന് ഞാൻ ഇറങ്ങി ഓടിയത് കൊണ്ട് ഞാനാണ് ബോംബ് വെച്ചതെന്നും പറഞ്ഞ് എന്നെ എല്ലാവരും കൂടി കൊലയാളിയാക്കി എന്ന് സാബു പറഞ്ഞു. ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം സത്യൻ സാബുവിന്റെ ഫ്രണ്ടിനെ കാണാൻ പോയെങ്കിലും അവന്റെ മകളെ ഇവിടെ നിർത്തുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു സത്യനെ അയാൾ അവിടെ നിന്ന് ആട്ടിയിറക്കും. അങ്ങനെ ഒരു ദിവസം ടിവിയിൽ സാബുവിന് വധശിക്ഷ വിധിച്ചു എന്ന ന്യൂസ് സത്യൻ ടിവിയിൽ കാണും. അന്ന് ആ ബോംബ് സ്ഫോടനമുണ്ടായ ബസിന്റെ CCTV ക്യാമറ ന്യൂസിൽ കാണുമ്പോൾ രാജുഭായിയുടെ കൂടെ ഉണ്ടായിരുന്നവൻ വേഗമായി ബസ്സിൽ കയറുന്നത് സത്യൻ കാണും. അത് അവന്റെ വൈഫിനോട് പറയും. അങ്ങനെ സത്യനും വക്കീലും കൂടി സാബുവിനെ കാണാൻ വരുമ്പോൾ ഈ പ്രസിഡന്റിന് ദയാഹർജി കൊടുക്കുന്നത് മാത്രമേ ഒരു വഴിയുള്ളൂ എന്ന് പറയും. എന്നാൽ അപ്പോൾ സാബു തന്റെ മകളെ കാണണമെന്ന് അവരോട് പറയും. സത്യൻ അങ്ങനെ തന്റെ മകളെയും കൊണ്ട് സാബുവിനെ കൊണ്ട് കാണിക്കും. സാബുവിന് അത് വളരെയധികം സന്തോഷമാകും. അതിനുശേഷം സത്യൻ സാബുവിനെ നോക്കി കരയും. പോകാൻ നേരം മകൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണമെന്ന് സാബു സത്യനോട് പറയും. വീട്ടിലെത്തിയ സത്യൻ സാബുവിന്റെ കാര്യം ഓർത്ത് വിഷമിച്ചിരിക്കും. എന്നാൽ സാബുവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് കരുതിയ സത്യൻ ഉടനെ തന്നെ ആ യൂട്യൂബറിന്റെ അടുത്തെത്തി ഇയാളുടെ ഹെൽപ്പോടെ കൂടി സാബുവിന്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം മെയിലായി പ്രസിഡന്റിന് അയക്കും. എന്നാൽ പ്രസിഡന്റിന്റെ ഓഫീസിൽ നിന്നും എൻക്വയറി ഉണ്ടാവുകയും സത്യനെ വീണ്ടും സ്റ്റേഷനിലേക്ക് വിളിക്കുകയും ചെയ്യും. അതിനുശേഷം ഇനിയെങ്കിലും നീ ഒരു പ്രശ്നത്തിലും ഇടപെടാൻ പോകരുത് എന്ന് അവർ വാൺ ചെയ്യും. അപ്പോഴേക്കും സത്യന്റെ വൈഫ് സൂസൻ തന്റെ അച്ഛനെയും അമ്മയെയും ആ വീട്ടിലേക്ക് വിളിച്ചു വരുത്തും. ഇനിയും താൻ ആ കേസിന്റെ പിറകെ നടക്കുകയാണെങ്കിൽ ഞാൻ അവരോടൊപ്പം പോവുകയാണെന്നും പറഞ്ഞ് സൂസൻ വീട് വിട്ടു പോകും.
എന്നാൽ ഇതേ സമയം ആ IB ഓഫീസർ സത്യനെ അന്വേഷിച്ച് വരുമ്പോൾ തന്നെ മുംബൈയിൽ വെച്ച് രാജുഭായിയുടെ ആൾക്കാർ കൊണ്ടുപോയ കാര്യവും അവിടെ വെച്ച് താൻ ഈ ബസ്സിൽ ബോംബ് വെച്ചവരെ കണ്ടുവെന്നും സാറിനെ ഇനി കാണുകയാണെങ്കിൽ അവരെ ഈ ഫോണിൽ വിളിച്ച് പറയണമെന്നും എന്നോട് പറഞ്ഞു എന്ന് സത്യൻ അവരോട് പറയും. അങ്ങനെ പോലീസുകാർ പറഞ്ഞതനുസരിച്ച് സത്യൻ രാജുഭായിയെ വിളിച്ച് ആ ഓഫീസറെ കണ്ടു എന്ന കാര്യം പറയും. അങ്ങനെ ഉടനെ തന്നെ രാജുഭായി തന്റെ ശിങ്കിടികളെ നാട്ടിലേക്ക് അയക്കും. സത്യൻ അവരെ പിക്ക് ചെയ്യാനായി പോലീസുകാരുടെ പ്ലാനിങ്ങോടെ വണ്ടിയുമായി എത്തും. പോലീസുകാർ അവരെ രണ്ടുപേരെയും പിടിച്ചുകൊണ്ട് തങ്ങളുടെ കസ്റ്റഡിയിൽ വന്ന ശേഷം അന്ന് ബോംബ് വെച്ച കാര്യം അവരോട് ചോദിക്കും. അന്ന് ബോംബ് വെച്ചത് തങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നവൻ തന്നെയാണ്. ഇവിടെ ഉണ്ടായിരുന്ന അമോണിയം ഫാക്ടറി തകർക്കുകയായിരുന്നു നമ്മളുടെ പ്ലാൻ. എന്നാൽ വഴിക്ക് വെച്ച് വണ്ടി സ്ലോ ആയി. അങ്ങനെയാണ് ആ പാലത്തിൽ വെച്ച് ബ്ലാസ്റ്റ് ആയതെന്ന് അവർ പറയും. അതിനുശേഷം ആ ബസ് ബ്ലാസ്റ്റ് ചെയ്തവനെയും സത്യന്റെ ഹെൽപ്പോട് കൂടി പോലീസുകാർ ട്രാപ്പ് ചെയ്യും. അതിനുശേഷം രാജുഭായി സത്യനെ വിളിച്ച് ഞാൻ ഇപ്പോൾ കൊച്ചിയിലുണ്ട്, നീ എത്രയും പെട്ടെന്ന് എന്റെ അടുത്ത് വരണമെന്ന് പറയും. ആ IB ഓഫീസർ സത്യനോട് പറയും നീ ധൈര്യമായി പൊയ്ക്കോ, നമ്മൾ നിന്റെ കൂടെ ഉണ്ട്. എന്നാൽ രാജുഭായി ഉള്ളിടത്തേക്ക് സത്യൻ ചെല്ലുമ്പോഴേക്കും രാജുഭായിന് എല്ലാം മനസ്സിലായിരുന്നു. സത്യനെ കണ്ട പാടെ അവൻ സത്യനെ ചവിട്ടി വീഴ്ത്തും. അതിനുശേഷം ഇവിടെ പോലീസുകാരുണ്ടെന്ന് എനിക്കറിയാം, അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് മരിക്കാമെന്നും പറഞ്ഞ ഒരു ഹാൻഡ് കഫ് എടുത്ത് സത്യനെ ലോക്ക് ചെയ്യും. ഇപ്പോഴേക്കും IB ഓഫീസറും ടീമും അങ്ങോട്ടേക്ക് വരും. നമ്മൾ എല്ലാവരും ബ്ലാസ്റ്റ് ആവാൻ പോവുകയാണെന്ന് പറഞ്ഞ് രാജുഭായി തന്റെ ദേഹത്ത് ഘടിപ്പിച്ചിരുന്ന ബോംബ് എടുത്ത് അവരെ കാണിക്കും. എന്നാൽ നമ്മളോടൊപ്പം ഈ കൊച്ചിയും തകരാൻ പോവുകയാണെന്ന് രാജുഭായി പറയും. അപ്പോഴേക്കും സത്യൻ പറയും നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ഞാൻ ഈ ഓഫീസറെ ഇവിടെ എത്തിച്ചില്ലേ, പിന്നെ എന്തിനാണ് എന്നെയും കൂടി കൊല്ലുന്നതെന്ന്. ഇത് പറഞ്ഞ് സത്യൻ രാജുഭായിയുടെ മുഖത്തിടിക്കുന്ന സമയത്ത് ഓഫീസർ രാജുഭായിയെ വെടിവെച്ച് വീഴ്ത്തും. ഇതൊക്കെ കഴിഞ്ഞ് വീണ്ടും പ്രസിഡന്റ് കേരളത്തിൽ വരുന്നത് കൊണ്ട് സത്യൻ വീണ്ടും ജയിലിലാകും. സത്യനോടൊപ്പം ആ യൂട്യൂബറും ജയിലിലാകും. ഇതേ സമയം രാഷ്ട്രപതി തന്റെ പ്രസംഗത്തിനിടയിൽ സത്യൻ എന്ന പേരുള്ള ഒരാൾ തനിക്കൊരു മെയിൽ അയക്കുകയുണ്ടായി. അയാൾ മെയിൽ അയച്ചത് കൊണ്ട് തന്നെ എനിക്ക് സാബു എന്ന പേരുള്ള ഒരു പാവത്തിന്റെ ജീവൻ രക്ഷിക്കാനായി. സത്യനെ പോലുള്ള ആളുകളാണ് നമ്മുടെ ഈ സമൂഹത്തിന് ആവശ്യം, എനിക്ക് സത്യനെ കാണാൻ ആഗ്രഹമുണ്ട് എന്ന് പറയും. അതിനുശേഷം സത്യൻ രാഷ്ട്രപതിയെ കാണാനായി പ്രസിഡന്റ് ഹൗസിലേക്ക് പോവുകയാണ്. അങ്ങനെ തന്നെ രാജ്യദ്രോഹി എന്ന് വിളിച്ച് മുദ്രകുത്തിയ നാട്ടുകാരുടെ മുന്നിൽ സത്യൻ ഹീറോ ആയി. ഈ ഒരു സീനോടുകൂടി ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്. കഥ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണം.